കിട്ടിയ സമ്മാനമാണ് ഇപ്പം ഇത്. അപ്പോഴേ ഇത് 3-4 വർഷമായിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയാണ് കേട്ടോ ഇത്. ഈ ബന്ധങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തുടർന്ന് പോകണു എന്നുള്ളതിന് ദൈവത്തിനോട് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ കേട്ടോ. ഈ ബന്ധം നമുക്ക് കിട്ടിയത് ഒരു 3 വർഷത്തിൽ മേലെയായി. നമ്മൾ മക്കൾ 1-ാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള കൂട്ടായ്മയാണ് കേട്ടോ. അതിങ്ങനെ ഒരു കലോത്സവങ്ങളിലൂടെ തുടങ്ങിയതാണ് ഞങ്ങളുടെ ഈ ബന്ധം. അതിപ്പോഴും തുടർന്ന് പോയിരുന്നു കേട്ടോ. ഈശ്വരാനുഗ്രഹത്താൽ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും അത് അവിടെ കൊണ്ട് തീർന്നിട്ട് പോടി വാടി എന്നും പറഞ്ഞ് നമ്മളങ്ങ് തുടങ്ങും കേട്ടോ. വീണ്ടും പഴയതുപോലെ തന്നെ. അങ്ങനെ എന്താ പറയുക, അപ്പം ബ്രൂബിക്കുട്ടിയുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ എല്ലാവരും കൂടാമെന്ന് തീരുമാനിച്ചു. ഇതാ ചെറിയ കുഞ്ഞൻ ഇപ്പോൾ വലിയ കുഞ്ഞനായിരിക്കുന്നു. അപ്പോൾ നമ്മളെ ഓൺ വോയിസ് അവിടെ കൊടുക്കാനൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. എല്ലാം കലപിലയായിരുന്നു. കംപ്ലീറ്റ് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അടിപൊളി ഒരു എന്താ പറയുക, ഒരു പ്രത്യേക മൂഡിലായിരുന്നു കേട്ടോ. സംഭവം സെറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഓർത്തിട്ടുണ്ടായിരുന്നു, ഞാൻ വിളിച്ചപ്പോഴേ ഞങ്ങൾക്കിങ്ങനെ നോയമ്പാണല്ലോ എന്നൊക്കെ ഓർത്തപ്പം അവർ ഫുഡെല്ലാം എന്ത് ചെയ്തു മാറ്റിയിട്ടോ. നമ്മൾ കപ്പയും കാന്താരി ചമ്മന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് അവരെല്ലാം കൊണ്ടും എന്താ പറയുക, നല്ല ഒരു നമ്മളെയും കൂടെ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണല്ലോ അവരതെല്ലാം മാറ്റി ഫുഡ് വരെ നമുക്കും കൂടി അനുകൂലമാവുന്ന രീതിയിൽ ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മൾ മാറിയുന്നില്ല, ഞങ്ങളും പോയിട്ടോ. ഞാനും സാമി ആദ്യക്കുട്ടനും കൂടും ഞങ്ങളെല്ലാവരും പോയി. അച്ഛനില്ല, ഞാനും മക്കളും പോയി. എല്ലാവരും മക്കളെയും കൊണ്ടായിരുന്നു വന്നത്, ഞങ്ങളും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂടുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങളെ മക്കളും ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളങ്ങനെ അടിച്ചു പൊളിക്കും. വല്ലപ്പോഴും ഒക്കെ ഒന്ന് കൂടുകയുള്ളൂ. ആരെങ്കിലും ഒരാളെ ബർത്ത്ഡേക്ക്, ആരെങ്കിലും ഒരാളെ ആനിവേഴ്സറിക്ക്, അങ്ങനെയൊക്കെ. പക്ഷേ ആ ബന്ധം ഈശ്വരാ എന്നും ഇങ്ങനെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. സാധാരണക്കാരായ ഞങ്ങളെപ്പോലെയുള്ളവർ തന്നെ ആയതുകൊണ്ടാവാം അതിങ്ങനെ തുടർന്ന് പോകണത് കേട്ടോ. എല്ലാവരും തന്നെ എന്താ പറയുക, ഒരേ മാനസികാവസ്ഥയിൽ ഇങ്ങനെ പോകുന്നത് ആയതുകൊണ്ട് ഈശ്വരൻ ആ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അനുഗ്രഹിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ശരിക്കും നമുക്കിതുപോലെയുള്ള സൗഹൃദങ്ങൾ വേണം കേട്ടോ. അമ്മമാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഒരുപാട് വിഷമങ്ങൾക്കിടയിൽ കുറച്ചൊക്കെ നമ്മളൊന്ന് സന്തോഷിക്കണ്ടേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. അമ്മയ്ക്ക് കൊടുക്കടാ, അമ്മ മോനെ കൊടുക്കുക. അത് അമ്മേ, ഞാനത് ഇപ്പൊ കൊടുത്തിറങ്ങി വന്ന് വാങ്ങിക്കോ. കൊടുക്കണം. അവൻ ആദ്യം 2 വട്ടം അവൻ തോന്നിയിട്ടൊന്ന് തിന്നു നോക്കട്ടെ. എല്ലാവർക്കും ഞാൻ പ്ലേറ്റ് എടുക്കണ അവന്റെ മായി വെച്ചു കൊടുക്കൊരു കഷ്ണം. നീ നല്ലോണം നോക്കി നിൽക്കൂടെ. ഗിഫ്റ്റ് കാണുന്നില്ല. ആ പൊട്ടും പോകും. നിന്റെ ചെക്കിന് സന്തോഷിക്കുകയും പറയുകയൊന്നും വേണ്ട. അപ്പോൾ ഇതാ ബ്രൂബി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കും. അപ്പോൾ അവളൊരു സ്പെഷ്യൽ കേക്ക് പുറത്തുനിന്ന് പറഞ്ഞാൽ വാങ്ങുകയും ചെയ്തു, അവൾ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ വാങ്ങിയതിനേക്കാൾ ടേസ്റ്റ് ബ്രൂബി ഉണ്ടാക്കിയ കേക്കിന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അവൾക്ക് കിട്ടിയോന്നൊന്നും അറിയില്ല. എല്ലാവരും കൂടി അവിടെ കേക്കിനകത്ത് അങ്ങോട്ട് വരയ്ക്കെന്ന് പറയാം. കേക്കിന് വേണ്ടിയുള്ള ഒരു അടിയായിരുന്നു. പിന്നെ മോനൂസ് അവന് പിന്നെ വീഡിയോ പിടിച്ച് അവിടെ നിന്നോളൂ കേട്ടോ. അവന് സാമി ആയതുകൊണ്ട് കേക്ക് കഴിക്കാനും പറ്റില്ല. അവനങ്ങനെ മാറി നിന്നു. ആദ്യകൂട്ടൻ കുടിയും കഴിച്ചില്ല കേട്ടോ. കുടിയിൽ എന്താ പറയുക, ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒരു ഭക്ഷണം കൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കൂടിയായിരുന്നു. അടിപൊളി, എന്താണെന്ന് പറയാനറിയില്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ വട്ടത്തിൽ അങ്ങോട്ട് ഇരുന്നു കപ്പയും ചമ്മന്തിയും കട്ടൻ ചായയും കഴിച്ചിട്ടാണ്. കാന്താരി ചമ്മന്തി, തൈരൊക്കെ ഒഴിച്ച കാന്താരി ചമ്മന്തിയായിരുന്നു. അപ്പം എല്ലാവരും വട്ടത്തിൽ പിന്നെ പാട്ടുണ്ടായിരുന്നു. പാട്ടൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വേണം പറയാൻ. എനിക്കറിയില്ല. കുറേ
കുറച്ച് സമയം സത്യം പറഞ്ഞാൽ കൂടിയിട്ട് കേട്ടോ. ജോലി കഴിഞ്ഞ് ഞാനൊരു 5:30-ക്ക് ഇറങ്ങി. അപ്പം 6 മണിയായപ്പോഴത്തേക്കും വിളക്ക് എത്തിക്കാനായല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ ഒരു 6:15 വരെ അവിടെ നിന്ന് കാണും. 6:30 എന്തായാലും 6:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. 6:30 പക്ഷേ അപ്പോഴത്തേക്ക് തന്നെ ഇരുട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ വേഗം സന്ധ്യ ആവുമല്ലോ, പെട്ടെന്ന് ഇരുട്ടാവുന്ന കാരണം നേരം പോണത് അറിയില്ല. അതാ ഞങ്ങളെല്ലാവരും കൂടെ കൊടുത്തൊരു ഗിഫ്റ്റാണ് കേട്ടോ അത്. ഒരു കുഞ്ഞ് ഷർട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനത് ഭയങ്കര സന്തോഷമായി. കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ ഭയങ്കര സന്തോഷമാവുമല്ലോ. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് നിലത്തിരുന്നിട്ട് ഓരോരുത്തർക്ക് ഇരിക്കാനൊന്നും വയ്യ. ഓരോരുത്തർ കാല് നീട്ടി കൈ നീട്ടിയൊക്കെ ആയിട്ട് ഇരിക്കണത് തന്നെ തമ്പുരാനെ. ഇതാ അപ്പോഴേക്കും കണ്ടില്ലേ സന്ധ്യയായി കേട്ടോ. ഞങ്ങൾ വേഗം വിട്ടടിച്ച് ഇറങ്ങി. എല്ലാവരെയും തപ്പിപ്പെറുക്കി, കുറേ എണ്ണം ഉണ്ട്, അവനാൻ്റെ കിട്ടാതെ വരും കേട്ടോ. അങ്ങനെ തപ്പിപ്പെറുക്കി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ ഓരോരുത്തരെ കാണിക്കുന്നുണ്ടോ, കരഞ്ഞ് കാണിക്കുന്നു, ചിരിച്ച് കാണിക്കുന്നു, പല രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ അവളുമാർ എന്നെ വീണ്ടും തിരിച്ച് വിളിച്ചു കേട്ടോ. എടി 2 സ്റ്റെപ്പ് ഡാൻസ് കളിച്ചിട്ട് പോവാടി എന്നും പറഞ്ഞ് അവളുമാർ എന്നെ തിരിച്ച് വിളിച്ചു. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, കയറിയിട്ട് അങ്ങോട്ട് കളിച്ചു കേട്ടോ. വെറുതെ ചുമ്മാ ഒരു സന്തോഷത്തിന് ഞങ്ങളെല്ലാവരും കൂടി കളിച്ചു കേട്ടോ. എനിക്ക് പോവും വേണം, അവിടെ നിൽക്കും വേണം എന്നുള്ളൊരവസ്ഥ. എന്തോന്ന് പറയില്ല, കഷത്തിലിരിക്കുന്നത് കളയാനും വയ്യ, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കും വേണം എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഏതൊരു സിനിമയിൽ ഉള്ള ഡയലോഗ് പറയില്ലേ, പോവാന്ന് പറയുമ്പോൾ അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറയുന്ന പോലെ ബ്രൂബി എന്നെ പിടിച്ച് വെച്ചിട്ട് അയ്യോ രമ്യ പോവല്ലേ, അയ്യോ രമ്യ പോവല്ലേ എന്നിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൈയൊക്കെ കോർത്ത് പിടിച്ച് ഞങ്ങൾ ഡാൻസ് കളിച്ചു. രമ്യയും വിനീതയും കൂടിയില്ല, അവളുമാർ മാറി നിന്നു കേട്ടോ. അവളുമാർ കുറച്ച് എന്തൊക്കെയോ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് അവർ മെല്ലെ അങ്ങോട്ട് എസ്കേപ്പായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാൻ ഇറങ്ങി കേട്ടോ. പിന്നെ ഒരു പോക്കായിരുന്നേ. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, നമ്മളെ ഒരുപാട് ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലെത്തിയ അവസ്ഥയാണ് കേട്ടോ ഇത്. വന്നപാട് മുറ്റത്ത് നിന്നു കേട്ടോ. ഇന്നെന്തായാലും അകത്ത് കയറൂലല്ലോ. അപ്പം മുറ്റത്ത് നിന്നു. ആദ്യകൂട്ടനും ഇതാ ഷർട്ട് ഇടാത്ത വേഗം എന്നെ മറിഞ്ഞു നിന്നതാണ്. മോന് വേഗം കുളിക്കാൻ കയറി. കുളിച്ചിട്ട് വന്നിട്ട് അവൻ കുളിച്ച് വന്ന് വിളക്ക് കത്തിക്കുമ്പോഴത്തേക്കും പിന്നെ ഞങ്ങളെല്ലാവരും പെറുക്കി 3 ആൾ കുളി കഴിയണ്ടേ. മോൻ്റെ കുളി കഴിയണം, ആദീൻ്റെ കുളി കഴിയണം, കുടുവിൻ്റെ കഴിയണം, എൻ്റെ കഴിയണം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറിയത് കേട്ടോ. പക്ഷേ ആ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ താഴത്ത് അച്ചൂട്ടി ഞങ്ങൾക്ക് ഇതാ മത്തൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് സ്പെഷ്യൽ മത്തൻ കറി കിട്ടി. അങ്ങനെ ഞങ്ങൾ മത്തൻ കറിയൊക്കെ പിടിച്ച് അവിടെ നിന്നു. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ശരണം വിളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുക്കള ചെല്ലുമ്പോഴാണിതാ കുഞ്ഞിപ്പൂച്ചേനെ കൊണ്ടുവന്നിട്ടിട്ട്, കൊടുവാണെങ്കിൽ കുഞ്ഞിപ്പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എന്താ പറയുക, എനിക്ക് ചെറുപ്പത്തിൽ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവരെ അച്ഛന് പൂച്ചേനെ ഇഷ്ടമല്ല കേട്ടോ. ചേട്ടായി പൂച്ചേനെ കണ്ട അപ്പം കല്ലെടുത്തെറിയും. അപ്പോൾ ഈ കുഞ്ഞിനെ എടുത്ത് എന്തെങ്കിലും ചെയ്യുമോ എറിയോ എന്നൊക്കെ പേടിച്ച് ഞങ്ങൾ നിന്നത് സത്യം പറഞ്ഞാലേ. പക്ഷേ താഴത്തുനിന്ന് അമ്മ പറഞ്ഞു, മോളെ അതിനകത്ത് ഇടണ്ടടി, ബുദ്ധിമുട്ടാവും, പാമ്പിനെയൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുവരും, മാറ്റിയേക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പുറത്തേക്ക് കളയാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തെടുത്ത് വെച്ചു. തള്ളപ്പൂച്ച വന്ന് കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞ് ഞങ്ങൾ നിന്നപ്പോഴത്തേക്ക് ആദ്യക്കൂട്ടം കരച്ചിൽ തുടങ്ങി കേട്ടോ. കുഞ്ഞുപൂച്ചേനെ മുറ്റത്ത് വെച്ചപ്പോൾ ആദ്യക്ക് ഭയങ്കര സങ്കടം. അമ്മ കുഞ്ഞുപൂച്ച ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞ് ആദ്യം കരഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് കേട്ടോ ഓർത്തത്. ഞാനിതുപോലെ കുറേ കരഞ്ഞിട്ടുണ്ട്.